ഇത് ഒടിയന്മാരെ ഇത് വരുന്നത് അധികം അത് ഇത് വരുന്നത് ഈ കാലി കച്ചവടക്കാർക്കാണ്. കാലി കച്ചവടക്കാർ ഈ മൊരി പോത്തിനൊക്കെ എടുക്കാൻ പോകുമ്പോൾ അധികം മൊരിയാണ്, പോത്തുണ്ടാവില്ല. മോരെ കൊണ്ടുവരുമ്പോൾ അത് അവിടെ നിന്ന് വരുമ്പോൾ മൂരിയായിരിക്കും. ഇവിടെ എത്തുമ്പം പിന്നെ അറിയുന്ന ആളുകളുണ്ടാവും, ഇത് ഒടി മറിയുന്ന വന്നാന്നുണ്ട്. ആ ആളെ കണ്ടാൽ ഇതെന്താക്കും, പിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും പുഴയിൽ. വയൽ നല്ല എല്ലാം കൂട്ടി നല്ല കുളിപ്പിക്കുമ്പോൾ ചെവിയിലുള്ളിട്ട് ഇത് വെക്കുക സാധനം. അപ്പോൾ ഇത് കുളിക്കുമ്പോൾ ഇത് ഇതാവില്ലേ, അപ്പോൾ ഇവർ എന്താക്കും, അവിടുന്ന് ഓടി ഇതാവും. അങ്ങനെയൊക്കെയാ പറയുന്നത്. ചെവിയിലെന്താ വെക്കല്? ചെവി മരുന്ന്, ഒടി മറിയുന്ന മരുന്ന്. ഓ, ചെവിയിൽ വെക്ക. ഈ മരുന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാല് ഈ ചെറിയ ഗർഭിണിയായ സ്ത്രീകളെ ഇത് ചെറിയ കുട്ടീനെ എടുക്കുന്നതാണ് ഇവര്. അതിനെ കൊണ്ടാവും മരുന്നുണ്ടാക്കുക. അതുകൊണ്ട് ഈ ഗർഭിണികളൊന്നും പുറത്തിറങ്ങുന്നതാണ്. ഓ ഓ, പ്രസവിച്ചതിന് ശേഷമാണോ അതല്ല പ്രസവിക്കുന്നതിന് മുമ്പ്? പ്രസവിക്കുന്നതിന് മുമ്പേ ഇത് എടുക്കുന്നു. ഓ ഓ ഓ ഓ, എന്നുവെച്ചാൽ അങ്ങനെ എടുത്തിട്ട് അതിനെ കൊണ്ടാണ് മരുന്നുണ്ടാക്കുക. അങ്ങനത്തെ അങ്ങനെ പിന്നെ അത് ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഗർഭിണികൾ അനുഭവമുള്ളതെന്ന് വെച്ചാൽ ഒരു പുഴക്കൽ കൈപ്പെട്ടി ജോസ് എന്ന് പറഞ്ഞാലുണ്ട്. മോനെ മൂരി മീനങ്ങാടി എന്നൊക്കെ കൊണ്ടുവരിക. അപ്പോൾ ഈ ഇവൻ കെട്ടിയിട്ടപ്പോൾ രാത്രി ഇത് കെട്ടിയിട്ട സാധനം അപ്പ അവന് മനസ്സിലാകുന്ന പോലെ ഇത് ഒടി പറഞ്ഞതാണ്. ഇങ്ങനെ ഞാൻ ഡയറക്റ്റ് ഞാനിത് കണ്ടിട്ടൊന്നുമില്ല. ഡയറക്റ്റ് എനിക്ക് ഇതാ വെറുതെ അറിയുന്നത് ചെയ്താമാർ. ഞാനും വെള്ളാപ്പൻ്റെ മോനുണ്ട് ഹൈസ്കൂളിൻ്റെ താഴത്ത് ഇതായിരുന്നു തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ വിട്ട് പോകുമ്പോൾ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ ജംഗ്ഷനുണ്ട് ഒരു മാവും ഒക്കെ ആയിട്ട് വിദ്യാരംഭൻ്റെ തോട്ടത്തിൽ അവിടെയായി ചേത്താമാരെ ക്യാമ്പ്. അപ്പോൾ ഞാൻ ഈ മലയങ്കണ്ടി അതൊക്കെ തന്നെ നമ്മുടെ കുടുംബക്കാരനുണ്ട്. അത്യാവശ്യം നല്ല പൈസ മുക്കെന്ന് തുടങ്ങിയിട്ട് ഹൈസ്കൂളിൻ്റെ തോട്ടം വരുന്നതാണ്. അതുപോലെ മുക്കിന് താഴത്തുണ്ട് ഒരു വയൽ, അവിടുന്ന് ഏകദേശം പുഴയുടെ അടുത്ത് വരെയുള്ള വയലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ വിട്ട് പോകുമ്പോൾ ആ ജംഗ്ഷനെത്തി ഇങ്ങനെ കളിയാക്കി കുറേ നേരം ഭർത്താവൊക്കെ പറഞ്ഞ് പൈസയൊക്കെ തരും. അന്ന് 4 അണ നല്ല പൈസയാണ് തരും. കുറേ ഷെയ്പ്പാക്കിയതിന് ശേഷം അങ്ങനെ എന്തൊക്കെ ചെയ്യുന്ന ഇയാൾ മരിച്ചതിന് ശേഷം ഞാൻ ഹൈസ്കൂളിൻ്റെ അടുത്തെത്തപ്പോൾ നമ്മൾ മൂത്താപ്പെന്നാ വിളിക്കുക. മൂത്താപ്പ് അതേ വേഷത്തിൽ തോട്ടത്തിങ്ങനെ കയറി വന്നപ്പോൾ എനിക്ക് തോന്നി മരിച്ചാൽ എനിക്ക് ഓർമ്മ വന്നേ ഇങ്ങനെ കയറിയത്. അങ്ങനെ ഞാൻ ഓടി എൻ്റെ താഴത്തെ ഇളപ്പൻ്റെ കൂടെ അവിടെ പോയി വിവരമൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ ഒരാളെയും കൂട്ടിയിട്ട് ഞാനെന്താ നമ്മളെ അമ്മേൻ്റെ അടുത്ത് താമസിക്കുന്നതാണ്. അമ്മേൻ്റെ വീട്ടിൽ പോയി അങ്ങനെ ഒരു അനുഭവം. പിന്നെ അതിങ്ങനെ തോന്നും, ഇങ്ങനെ ഇതിരുന്നില്ല നമ്മൾ രാത്രിയൊക്കെ നടക്കുമ്പോൾ ഇതിരുന്നു ഇവരിങ്ങനെ പ്രശ്നങ്ങൾ തോന്നും. അതാ എന്താ പറയാൻ എന്തോ ഒരു ഇതുണ്ട് ഇങ്ങനെ തോന്നിക്കൊണ്ട്. പിന്നെ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കാവലിൽ പാറാവിനൊക്കെ പോകും പണിക്കാരെ കൊടുത്തില്ല. എങ്ങനെ പാറാവിന് നെല്ല് വാരിക്കൊണ്ടുവരുന്നൊക്കെ വയലിൽ. അപ്പം ഈ കളത്തിക്കാരെ തോട്ടത്തിൽ വയലില കാവലെടുക്കാൻ പോവാം. അപ്പോൾ അവിടുത്തെ പണിക്കാരുണ്ട് അരുവി എന്നിട്ട്. അപ്പോൾ ഈ അവിടെ ഈ ശവം മറിയുന്ന സ്ഥലമാണ് പണിയേരിയതൊക്കെ. അവിടുന്ന് രാത്രി ആകുമ്പോൾ യാതി ചൂടിനടുത്ത് തീയിൽ ചൂടിനടിക്കുമ്പോൾ എപ്പോഴും പാറില്ലേ അങ്ങനെ വരും. പിന്നെ ചോട്ടിയായിട്ട് ഇങ്ങനെ 10ഉം 15 ക്യൂ ആയിട്ട് ഇങ്ങനെ വരും. തോട്ടിലെത്തുമ്പോൾ അതെന്താവും പിന്നെല്ലാം തോട്ടിലേക്ക് ഇറങ്ങിപ്പോവും, പിന്നെ കാണില്ല. അപ്പം ഞാൻ കുറച്ച് വലുതായപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യണ്ടോ. അപ്പം പറഞ്ഞെന്താ വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ അതിനെന്തോ ഒരു ഇതുണ്ട്, അത് പുറത്തേക്ക് വരുമ്പോൾ അതിന് തീൻ്റെ ഇത് വരും. അതിന് പറയാൻ ഓർമ്മയില്ല. അങ്ങനെ മനുഷ്യൻ്റെ ദേഹത്തുണ്ടാകുന്ന അത് തീപിടിക്കുന്നതാവും പുറത്തേക്ക് വരുമ്പോൾ. അങ്ങനെ ഇങ്ങനെ ചൂട്ടായിട്ട് ഇങ്ങനെ വരുന്നത് കാറ്റിന്. ആദ്യം നമ്മൾ ചേർത്താൻ തന്നെ ചേർത്താൻ വരുമ്പോൾ എല്ലാവരും ഉണ്ടാണ്ട് പേടിച്ചിട്ട്. പിന്നെ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഊരംകുന്ന് ജംഗ്ഷൻ. അവിടെ ചേർത്താന്മാരെ കോൺഫറൻസ് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മഹലിൽ എന്താ മുത്തല് എൻ്റെ പേര് മോന് ബാങ്ക് കൊടുക്കാൻ പണി മനസ്സിലൊക്കെ എപ്പോൾ ഉണ്ടല്ലോ സുബൈക്ക് ചെയ്യാൻ പോവും.
അങ്ങാടിയിലേക്ക് പോകും. മോനെ വീട്ടിലേക്ക് കൂടി ഇങ്ങനെ വീടിൻ്റെ അടുത്ത് മൂർക്കാപ്പിൽ പള്ളിയില്ലേ അവിടെ മോനെ വീട്. അങ്ങനെ മോന് ആ സ്കൂളിൻ്റെ അടുത്തൊരു കണ്ടേക്ക് വരട്ടെ ഇങ്ങോട്ടില്ലേ. അവിടെ എത്തിയപ്പോൾ അങ്ങനെ വിളിക്കാതാണ്. തന്നെ വിളിച്ച് ഇവന് പേടിച്ച് ഒരാഴ്ച പഠിച്ചു തുടങ്ങി. ശരിക്കിത് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താ എൻ്റെ ഇതെന്നുള്ള ശക്തി എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മളതിന് വിശ്വസിക്കുന്നില്ല. പക്ഷെ സംഭവം അനുഭവത്തിൽ ഇങ്ങനെ കാണുന്നതാണ്. അതുപോലെ നമ്മൾ അപസ്മാരം ആ മനുഷ്യൻ്റെ മേത്ത് ജിന്നുകൂട് ശൈത്താൻ കൂടുന്ന പറഞ്ഞില്ലേ, അതിങ്ങനെ വരുമ്പോൾ നന്നായിട്ട് മുടിയൊക്കെ ഇങ്ങനെ കൊണ്ടും. പിന്നെ ഒരക്ഷരം അറിയാത്ത ആളുകൾ, ഖുർആനൊന്നും അറിയാത്ത ആളുകൾ നല്ലോണം ഖുർആൻ ഓതും, അതുപോലെ പ്രസംഗിക്കും. അങ്ങനത്തെ ഒരു കഴിവ് അതെന്തുകൊണ്ട് ഉണ്ടാകുന്നത്? അങ്ങനത്തെ എല്ലാ അനുഭവങ്ങളും ഉണ്ടായിരിക്കും. അനുഭവം ഉണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യത്യാസം തെറ്റിച്ചു അത് വിളിക്കണം. പിള്ളേർക്ക് എല്ലാം അറിയാം വിഷയം. പിന്നെ ഒരു പെണ്ണുങ്ങളുണ്ട് പെട്ടി, അത് ഇങ്ങനെ പല്ലേ ഇത് ഇളകുമ്പോൾ അങ്ങനെ അവർ എന്താക്കും, ഈ ചങ്ങലത്തെ ശിയാബങ്ങളെ എന്താ പറയുക, അന്നത്തെ തങ്ങളൊക്കെ ഒരു സ്വന്തം മരുന്നും കൊടുക്കും. ഒരു മന്ത്രിസ്മൃതി ആളുണ്ടാവും. ഇതൊക്കെ അനുഭവത്തിൽ ഇങ്ങനെ കാണും. നമ്മളിങ്ങനെ അനുസരിച്ചാലും ഇതൊക്കെ ഇങ്ങനെ ജനങ്ങൾ കാണുകയല്ലേ. അങ്ങനത്തെ കുറേ കേസുകളുണ്ട്. നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ കണ്ണ്, മൂക്ക്, ചെവി ഇതൊക്കെ വെച്ചിങ്ങനെ അജ്മീർന്ന് വരാൻ പറഞ്ഞിങ്ങനെ വരില്ലേ. അപ്പോൾ അസുഖമുള്ള ആൾ എന്താക്കും, ഒരു കാലോ അല്ലെങ്കിൽ ഒരു കണ്ണോ എടുക്കും. എങ്ങനെ എടുക്കും? ഈ വെള്ളീനെ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ഇത് കണ്ണും മൂക്കൊക്കെ, കണ്ണും മൂക്കും ചെവിയും കാലൊക്കെ അതെടുക്കുക. എന്നിട്ട് ഒന്ന് ഒക്കെ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് പൈസയും കൊടുക്കണം. അങ്ങനെ അപ്പോൾ ഒരാൾ വന്നിട്ട് മൊയ്തീൻ കൊടുക്കുന്ന ആൾ പിന്നെ അതൊന്നും എടുത്ത് പൈസയും കൊടുത്ത് ഇവനൊന്നായിട്ട് ചൊറിയോ ചരകപ്പറ്റി നന്നായിട്ട് ഇങ്ങനെ ഇതാക്കി എന്നാണ്. അപ്പോൾ ഓരോ ഒരു ഇത് ഉണ്ട്. ഉണ്ടാക്കി ഒരു ഗ്ലാസ് ഒരു കടലാസ് കത്തിച്ചിട്ട് ഗ്ലാസ്സിനുള്ളിട്ട് കത്തിച്ചിട്ട് ഒരു കിണ്ണത്തിൽ വെള്ളം വെച്ചിട്ട് ഈ ഗ്ലാസ് പേപ്പർ കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ച്. അപ്പോൾ എന്തായി, ഈ കിണ്ണത്തിലെ വെള്ളം മുഴുവൻ ഗ്ലാസ്സിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇവർക്കൊരു എന്താ വെച്ചാൽ ഇവർക്ക് എന്തോ ശക്തി ഉണ്ടെന്ന് തോന്നിയല്ലോ. അപ്പോൾ അതിലൊക്കെ അടുത്ത് ഞാൻ കൊടുത്ത്. അപ്പം ഞാനെന്ത് ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് മുജാഹിദ് മെൻറ്റാലിറ്റി ആണല്ലോ. നമ്മളിപ്പോൾ അറിയില്ല വന്നിട്ട് എന്താക്കി, ഗ്ലാസ് എടുത്ത് കടലാസ് കത്തിച്ചിട്ട് കിണ്ണത്തിൽ വെള്ളം വെച്ച് വെള്ളം മുഴുവൻ ഗ്ലാസ്സിലേക്ക് കയറി. അങ്ങനെ എന്തെല്ലാം പറ്റിക്കുന്ന